ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന വേറെ ഒന്നല്ല, ഈ സോങ് പടത്തിലുണ്ടായിരുന്നോ? ഇല്ല, പടത്തിലുണ്ടായിരുന്നില്ല. അതിന് ഭയങ്കര എന്താ പറയാ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും. കാരണം നമ്മള് ഇതിന്റെ ഈ ഒരു ലിറിക്കൽ സംഭവം ഇറങ്ങിയ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളതും ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സോങ് ആയിരുന്നു. നമ്മളെന്താ പറയുന്നത്, നമ്മൾ പറഞ്ഞു വരുന്നത് PS1 പൊന്നിയിൻ സെൽവനിലെ സൊൽ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട് അല്ലേ. ശരിക്ക് നമ്മൾ ആ സോങ്ങിന്റെ ലിറിക്ക് കണ്ടപ്പോൾ നമ്മൾ കുറേ സംഭവങ്ങൾ എക്സ്പെക്ട് ചെയ്തു. നമ്മൾ തൃഷേനെയും ശോഭിതേനെയൊക്കെ കാണിക്കുന്നതും, കാരണം ആ ഒരു പാട്ടും ആ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. അപ്പം അത് കാണാത്തപ്പോൾ വല്ലാത്തൊരു സങ്കടം തന്നെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ. കാരണം അലൈക്കടലിന്റെ കുറച്ചെങ്കിലും അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ സൊല്ല് ഒന്നും തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് ഭയങ്കര വിഷ്വൽ ആയിരുന്നു. നമ്മളതിന് ലിറിക്കൽ വന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നല്ല വിഷ്വൽ ഉണ്ടാവും, പ്രത്യേകിച്ച് ആ ഒരു തോണിയിൽ നിന്നിട്ടൊക്കെയാണ് അവർ കളിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മളിതിന്റെ ലിറിക് വീഡിയോയും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടില്ലെങ്കിൽ പോയി കാണാം. അപ്പൊ പിന്നെ വേറൊരു കാര്യം നമുക്കറിയാം, മണിരത്നം സാറിന്റെ വിഷ്വലൈസേഷൻ പാട്ടിന് വരുമ്പോൾ അത് നന്നായിട്ട് വരും നമുക്കറിയാം. അതും കൂടി ആയിരുന്നു ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നത്. കാരണം മറ്റുള്ള പാട്ടൊക്കെ നമുക്കറിയാലോ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ടിനും ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, എന്തായാലും ഉണ്ടാകുന്നുള്ള. പക്ഷെ എന്തായാലും ഇപ്പം പടമൊക്കെ ഇറങ്ങി അല്ലെ, OTT-ൽ ഇറങ്ങി, ലാസ്റ്റ് ഇപ്പം അതിന്റെ പാട്ട് ഇറക്കിയിട്ടുണ്ട്. ഈ പാട്ട് നമ്മൾ ഇറക്കില്ലെന്നാണോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, എന്താ അറിയില്ല അവരിറക്കിയത്. അപ്പം ഷൂട്ട് ചെയ്തിട്ടുണ്ടോ അല്ലേ? ഇനി സെക്കൻഡ് പാർട്ടിലാണ് ഇത് വരുന്നത് സോങ്. അറിയില്ല, ഫസ്റ്റ് പാർട്ടിൽ ഇനി ഇപ്പം ഇല്ലെന്ന് അറിയില്ല, എന്താണെന്നല്ല. പക്ഷെ ഫസ്റ്റ് പാർട്ടിന്റെ പാട്ടായിട്ട് തന്നെയല്ലേ ഇറക്കിയത്, ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിൽ അവര് ഇറക്കും, ചിലപ്പോ നല്ല സ്വീകാര്യത കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ എന്തായാലും പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, വീഡിയോ സോങ് ആണ്, നമ്മള് കണ്ടിട്ടില്ല. നേരെ നമുക്ക് കാണാം, കണ്ടേക്കാം. AR റഹ്മാൻ മാജിക്. റെഡി അല്ലേ? റെഡി. ആ ഒരു മൂളും. ഓ ഓ നല്ലില്ലേ? ആ നല്ലയാണ്. ശോഭിത ശോഭിത മാത്രല്ല, തൃശ്ശേനിയും. രണ്ടുപേരും നല്ല ഭംഗി കാണിച്ചിട്ടുണ്ട്. ആ വെള്ളം വീഴുന്ന സൗണ്ട്, ഓ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ദൃശ്യന്റെ ഇങ്ങനൊന്നും കണ്ടിട്ടില്ല നമ്മള് പടത്തില്. വേറെ കുറച്ചൊരു ക്യൂട്ടായത് ഭയങ്കരമായിട്ട് രണ്ടുപേരും. ഓ നല്ലയാണ്. അധികം ഇല്ല താനും, പാട്ടിന് നീളം കുറവാണ്. കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ 2 മിനിറ്റേ ഉള്ളൂ. എനിക്ക് തോന്നിയത് ഇടണായിരുന്നു തോന്നി അല്ലേ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശോഭിതയുടെ ആ ഒരു ക്യാരക്ടർ അത് എന്ത് രസം കാണാൻ വേണ്ടിട്ട്. നല്ല രസം. അത് നമ്മൾ ഈ സിനിമ കണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ സമയത്ത് കൂടുതൽ നമ്മൾ വർണ്ണിച്ച തൃഷയുടെ ഭംഗിയായിരുന്നു അല്ലെ. കാരണം തൃഷേനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഐശ്വര്യ റായ് ആയിരുന്നു. പക്ഷേ നമുക്ക് ശോഭിതേനെ അധികം ആ ഒരു ഇതിൽ സ്ക്രീനിൽ അധികം കാണാൻ പറ്റി. അത് മാത്രല്ല, ഇതിനകത്ത് ആക്ച്വലി ആ ഒരു എനിക്ക് പറഞ്ഞ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, ഈ പാട്ട് വെക്കാനായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് എനിക്ക് അലകടലിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം തോന്നി പാട്ട് കണ്ടു കഴിഞ്ഞപ്പോ. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് പാടിയിരിക്കുന്ന രക്ഷിത സുരേഷും നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട അവസാനം ശോഭിതയുടെ മുഖത്തുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ട്. അതായത്
ഫുൾ സന്തോഷത്തിലല്ല ആള്, കുറച്ചൊരു സങ്കടമുണ്ട്. ഓൾമോസ്റ്റ് ഒരു മറ്റേ എന്താ പറയാ എങ്ങനെയാണ് പറയുന്നത്, ചിന്തിക്കുകയാണ്. അതായത് വെയിറ്റിംഗ് ആണ്, അങ്ങനെയാണ്. എനിക്കോട് പരസ്പരം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ തോന്നുന്നു. അതെ, ആ ഒരു രീതിയിലാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു സംഭവം നമ്മളെ കാർത്തി തൃശ്ശയുടെ ഒരു മീറ്റിംഗ് ഇല്ലേ, അത് കഴിഞ്ഞതിന് ശേഷം തോന്നുന്നു അവിടെ ശരിക്കും ഉണ്ടാവേണ്ടത്. കാരണം അതേ തോണിയിൽ തന്നെയാണ് ഉള്ളത് അവര്, അത് ആ ഒരു ഏരിയ തന്നെ ഉള്ളത്, അതേ ഡ്രസ്സുമാണ് ഏകദേശം അല്ലെ. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു കാർത്തിയുടെ മീറ്റ് കഴിഞ്ഞതിന് ശേഷം, കാർത്തിയായിട്ടുള്ള മീറ്റ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്നൊരു സിറ്റുവേഷൻ ആയിട്ടുള്ള ഒരു സോങ് ആണ്. എനിക്ക് തോന്നുന്നത് അടുത്തടുത്ത് പാട്ട് വരുന്നോണ്ടാണോ എന്നൊരു ഡൗട്ട്. കാരണം രാക്ഷസ മാമനെ കഴിഞ്ഞ പാടാണ് ഈ സീൻ വരുന്നത്, മറ്റേ കാർത്തിയും തൃശ്ശിയും തമ്മിലുള്ള മീറ്റിംഗ് വരുന്നത്. അത് കഴിഞ്ഞ പാട് വീണ്ടും പാട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഓവർ അടുത്തടുത്ത് പാട്ട് വരുമ്പോ അങ്ങനെ ഒരു പ്രശ്നം വരുമോ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം സെക്കൻഡ് പാർട്ടിൽ അവരിത് ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. പക്ഷെ സിറ്റുവേഷൻ യോജിക്കട്ടെ. ഇപ്പം ഇതിന്റെ അകത്ത് കാണുമ്പോ ഏകദേശം നമുക്ക് അതുപോലെ തോന്നുന്നു, സിനിമ കണ്ടപ്പോ ആ ഒരു ഇതിൽ തോന്നുന്നു ആ ഒരു സ്റ്റൈലായി. അല്ലെങ്കിൽ അലൈക്കടൽ പോലെ വേണമെങ്കിൽ 1-2 ലൈൻ വെക്കായിരുന്നു, അങ്ങനെ വേണമെങ്കിലും വെക്കായിരുന്നു കുറച്ചെങ്കിലും. നാളെ അറിയില്ലേ ഇത് ലിറിക്ക് സംഭവങ്ങളൊക്കെ നമ്മളെ കാണിച്ചിട്ട് തിയേറ്ററിൽ പോയ സമയത്ത് ഇതിന്റെ ഒന്നുമില്ല കാണാൻ. കാരണം വെച്ചാൽ നമ്മള് പ്രത്യേകിച്ച് കാണാൻ നിന്നത് രണ്ടുപേരുടെ ആ ഒരു വിഷ്വൽ ബ്യൂട്ടി ആയിരുന്നു. പക്ഷെ അത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് പാട്ട് ഇറങ്ങിയോണ്ട് നമുക്കിപ്പോ കാണാം. ഇപ്പൊ ഈ പാട്ടിനെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറെ ലോങ് ഷോട്ട് ഒക്കെ കാണിക്കുന്ന സമയത്ത് ആ തോണിയും എല്ലാം കൂടി കാണുമ്പോ അല്ലേ നല്ല. അതായത് ഇതിന്റെ അകത്ത് നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ടോ, തൃശ്ശ സിനിമയിൽ മൊത്തം കൂടുതൽ കുറച്ച് മസിൽ പിടിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് അവിടെ ഇവിടെയൊക്കെ മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും ചിരിക്കുന്നത് അല്ലെ, കുറച്ചും കൂടി രാജതന്ത്രം സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഈ സോങ്ങിന്റെ അകത്താണ് നമുക്ക് തൃശ്ശേനെ കുറച്ചും കൂടി ഒരു രാക്ഷസ മാമനിൽ കണ്ടിട്ടുണ്ട്, കുറച്ച് ക്യൂട്ട്നെസ് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിന്റെ അകത്ത് കുറച്ചും കൂടി ഡാൻസ് ഒക്കെ കളിക്കുന്നത് കാണിക്കുന്നത് ശരിക്കും അതൊരു മിസ്സിംഗ് ആണ് ശരിക്കും അല്ലെ. ശരിക്കും ഇത് വേണമായിരുന്നു. പിന്നെ അധികം പാട്ടായതുകൊണ്ടായിരിക്കാം ചിലപ്പോ കുറെ പാട്ട് വന്നില്ലേ. എത്ര പാട്ടുണ്ടായിരുന്നു? നെക്സ്റ്റ് അതായത് ഇതിന്റെ ഈ മൂവിയുടെ പാർട്ടിൽ ഇടണം എന്ന് ആഗ്രഹമുള്ളവരെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അത് മാത്രമല്ല ഈ പടത്തിൽ നിങ്ങൾക്ക് തോന്നിയോ അങ്ങനെ മിസ് ചെയ്ത്, അതായത് ഈ പാട്ട് ഇടാത്തപ്പോ എന്തോ പോലെ തോന്നി എന്നുള്ളത്, അല്ലെങ്കിൽ ഈ പാട്ട് ഇടാത്ത നന്നായി എന്നുള്ളത് തോന്നി, എന്താ നിങ്ങൾക്ക് തോന്നി എന്നുള്ളത് നിങ്ങൾ കമന്റിൽ അറിയിക്കാം അല്ലെ. അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെ നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.